Hi friends, welcome to the new episode. I am TC Vijayan, life coach, Mayur. ഇൻകുലാബ് സിന്ദാബാദ്. എന്താണ് ഇൻകുലാബ് സിന്ദാബാദ്? നമുക്കെല്ലാം അറിയാം. പക്ഷേ ഇത് ഈ മഹത്തായ വിപ്ലവ മുദ്രാവാക്യം ആദ്യമായി രൂപപ്പെടുത്തിയത് ആരാണെന്ന് നിങ്ങൾക്കറിയാം. ഒരുപക്ഷെ പലർക്കും അത് അറിഞ്ഞെന്ന് വരില്ല. അതൊന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ആദ്യമായി രൂപപ്പെടുത്തിയത്, ഈ മഹത്തായ വിപ്ലവ മുദ്രാവാക്യം ആദ്യമായി രൂപപ്പെടുത്തിയത് 1921 മൗലാന ഹസരത്ത് മൊഹാനി UP ജനിച്ചു വളർന്നു. അദ്ദേഹം ഒരു ഉറുദു സാഹിത്യകാരനും കവിയുമായിരുന്നു. ഒരു വലിയ സ്വാതന്ത്ര്യസമര സേനാനിയും കോൺഗ്രസ് പ്രവർത്തകനുമായിരുന്നു ഹസ്രത്ത് മൊഹാനി. അദ്ദേഹം രൂപപ്പെടുത്തിയ മുദ്രാവാക്യമാണ് ഇൻകുലാബ് സിന്ദാബാദ് 1921. പക്ഷേ അതന്ന് അത്ര പ്രശസ്തമായിരുന്നില്ല. ഹസ്രത്ത് മൊഹാനി സ്വാതന്ത്ര്യ സമരത്തിൽ വളരെ സജീവമായി പങ്കെടുത്തു. 1925 ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ്യം വേണമെന്ന് പറഞ്ഞ് അഹമ്മദാബാദ് കോൺഫറൻസിൽ ആദ്യമായിട്ട് പ്രമേയം അവതരിപ്പിച്ചത് മൊഹാനിയായിരുന്നു. വളരെ നല്ല സ്വാതന്ത്ര്യ സമര സേനാനിയും ആയിരുന്നു അദ്ദേഹം. പിന്നീട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു കമ്മ്യൂണിസ്റ്റ് കോൺഫറൻസ് ലക്നൗവിൽ സംഘടിപ്പിക്കാൻ വേണ്ടി അതിതീവ്രമായി ശ്രമിച്ച് ലക്നൗവിൽ സംഘടിപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ് മൗലാന ഹസരത്ത് മൊഹാനി. ഈ മുദ്രാവാക്യം സജീവമായത്, അതിനൊരു ജീവൻ കിട്ടിയത് 1929 അതായത് അന്ന് 1929 അസംബ്ലിയിൽ 2 ബില്ല് പാസ്സാക്കി. പബ്ലിക് സേഫ്റ്റി ബില്ല് ആൻഡ് ട്രേഡ് ബില്ല്. ഇത് രണ്ടിനും എതിരായിട്ട് അന്നൊരു ഗ്രൂപ്പ് HSRA, ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ, HSRA എന്നുള്ളൊരു ഗ്രൂപ്പ് നമ്മുടെ ഭഗത് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന് ഇതിനെതിരായിട്ട് സമരം ചെയ്തു. അവർ 1929 ഏപ്രിൽ 8 ഡൽഹി അസംബ്ലി ഹാളിന് ബോംബിട്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചു. അന്നു മുതൽ ഈ മുദ്രാവാക്യത്തിന് ഒരു പുതുജീവൻ കിട്ടി. ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു മുദ്രാവാക്യമായിട്ടത് മാറി. അത് ഇന്നും എല്ലാവരും കൊണ്ടു നടക്കുന്നു. അന്ന് തുടങ്ങിയ ആ മുദ്രാവാക്യം, ഭഗത് സിംഗ് ആവേശത്തോടു കൂടി വിളിച്ച മുദ്രാവാക്യം ഇന്നും അതേപോലെ അതേ ഇതിൽ തന്നെ കൊണ്ടു നടത്തുന്നുണ്ട്. ഇനി എന്താണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ, അത് പേർഷ്യൻ ഭാഷയിൽ ഇൻകുലാബ് എന്ന് പറഞ്ഞാൽ വിപ്ലവം, റവല്യൂഷൻ, വിപ്ലവം. സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ ലോങ് ലിവ്, വിപ്ലവം വിജയിക്കട്ടെ എന്നുള്ള പേർഷ്യൻ ഭാഷയിലുള്ളതാണ് ഇൻകുലാബ് സിന്ദാബാദ്. ഇന്നും നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യുന്നു, ഇൻകുലാബ് സിന്ദാബാദ്. ഇതിനെപ്പറ്റി അറിയുന്നവർ കൂടുതൽ ഉണ്ടായിരിക്കും, എന്നാൽ ചിലരെങ്കിലും അറിയാത്തവരായിരിക്കും. അവർക്ക് വേണ്ടി കൂടിയാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. താങ്ക് യു വെരി മച്ച്.